നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞു കൊന്ന കേസ് അമ്മയ്ക്ക് ജീവപര്യന്തം. അമേരിക്ക പ്രഖ്യാപിച്ച സമാധാന ബോർഡിൽ ചേരാൻ പാകിസ്ഥാനും. പ്രതികരിക്കാതെ ഇന്ത്യയും ചൈനയും. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് LDF അല്ല, ജയിലിൽ കയറ്റിയത് LDF ആണ്. കെ ശൈലജ. കണക്ട് ടു വർക്ക് ആദ്യ ദിനത്തിൽ സ്കോളർഷിപ്പ് ലഭിച്ചത് 9,861 പേർക്ക്. ഇസ്ലാമിക രാഷ്ട്രമെന്ന ചിന്ത തന്നെ അപകടകരം. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി MK മുനീർ. 2 മണിക്കൂറിനുള്ളിൽ മോദിയുടെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കണം. BJPയോട് തിരുവനന്തപുരം കോർപ്പറേഷൻ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശരണ്യയുടെ സുഹൃത്ത് 2ാം പ്രതി വാരം വലിയന്നൂരിലെ പുന്നക്കൽ ഹൗസിൽ പിന്നിതിനെ കുറ്റക്കാരനെന്ന് കണ്ട് വെറുതെ വിട്ടിരുന്നു. 2020 ഫെബ്രുവരി 17 സംഭവം. തയ്യിൽ കൊടുവള്ളി ഹൗസിൽ പിതാവ് പ്രണവിനൊപ്പം കിടന്നുറങ്ങിയായിരുന്ന വിയാനെ പുലർച്ചെ ശരണ്യ എടുത്തുകൊണ്ടുപോയി കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഇതിനെതിരെ ചുമത്തിയ ഗൂഢാലോചന പ്രേരണ കുറ്റങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചില്ല. ഇരുവർക്കുമെതിരെ ചുമത്തിയ 120B 109 വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി. അച്ഛനൊപ്പം ഉറങ്ങുകയായിരുന്ന വിയാനെ പാൽ നൽകാനെന്ന വ്യാജേന ശരണ്യ എടുത്ത് വീടിന് പുറത്തിറങ്ങി 60 മീറ്റർ മാറിയുള്ള കടൽ ഭിത്തിൽ കയറി 9 മീറ്ററോളം താഴ്ചയിലേക്ക് എറിയുകയായിരുന്നു. പുലർച്ചെ കുട്ടിയെ കാണാനിരുന്ന ശരണ്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രണവ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് തയ്യിൽ കടലിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകിയിരുന്നു. ശരണയ്ക്കെതിരെ പ്രണവും പോലീസിനെ സമീപിച്ചു. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ശരണ്യ കൊലയാളിയെന്ന് വ്യക്തമായത്. ഭർത്താവിനുമേൽ കുറ്റം ചുമത്തി സുഹൃത്തിനൊപ്പം താമസിക്കാനായിരുന്നു അരും കൊല. കേസിൽ 47 സാക്ഷികൾ വിസ്തരിച്ചു. 84 രേഖകളും 19 ഭൗതിക തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശരണ്യ കേസ് തളിപ്പറമ്പ് കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കെ ആത്മഹത്യാ ശ്രമം നടത്തി. 2025 ജനുവരി 20 വിചാരണ തുടങ്ങിയത്. വിചാരണയ്ക്കായി എത്തിയ ശരണ്യ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഹോട്ടലിൽ മുറിയെടുത്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് ടു വർക്ക് പദ്ധതിയിൽ 9,861 പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു തുടങ്ങി. ധനമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തിരുന്നു. വ്യാഴാഴ്ച വരെ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ 10,000 പേർക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു. പ്രതിമാസ ഗഡുവായ 1,000 രൂപ വീതം അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ചില വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിൽ സാങ്കേതിക തടസ്സം മൂലം പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. തടസ്സം പരിഹരിക്കുന്ന മുറയ്ക്ക് ഈ അക്കൗണ്ടുകളിലും തുക എത്തുമെന്നും ധനവകുപ്പ് അറിയിച്ചു. പഠനം കഴിഞ്ഞ് തൊഴിലിനായി തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നേടുന്നവരുമായ യുവജനങ്ങൾക്ക് തടസ്സമില്ലാതെ തങ്ങളുടെ ശ്രമം തുടരുന്നതിന് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനാണ് കണക്ട് ടു വർക്ക് പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്ത കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്കാണ് പദ്ധതിയിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കേരളത്തിലെ സ്ഥിരതാമസക്കാർക്കാണ് സഹായത്തിന് അർഹത. 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷ നൽകാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ, ഡീംഡ് സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ, UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അർഹരായ ആദ്യത്തെ 5 ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകും. കണ്ണൂരിൽ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ടാങ്കറിൽ വീണ് 2 വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം. കൂത്തുപറമ്പ് ആണ് സംഭവം. ജാർഖണ്ഡ് സ്വദേശി ബെനഡിക്റ്റ് മകൾ അസ്മികയാണ് മരിച്ചത്. കൂത്തുപറമ്പിലെ വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനിയിലാണ് അപകടം ഉണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കുട്ടി അബദ്ധത്തിൽ ടാങ്കിൽ വീഴുകയായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു.
ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതരാഷ്ട്രവാദം ഉപേക്ഷിക്കാനാകില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. മതേതര രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രമെന്ന സങ്കല്പം സാധ്യമല്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അപകടമാണെന്നും മുനീർ പറഞ്ഞു. മതരാഷ്ട്രമെന്ന സങ്കല്പം മുസ്ലിം ലീഗിന് ആലോചിക്കാനാകില്ല. അത്തരം ആശയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണെന്നും മുനീർ സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് UDF നേതാക്കളും ന്യായീകരിക്കുമ്പോഴാണ് മുനീർ തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. സംസ്ഥാന ഷുറ കൗൺസിൽ അംഗം ഷൈഖ് മുഹമ്മദ് കാരക്കുന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കുന്ന UDFന് വലിയ തിരിച്ചടിയാണ് കാരക്കുന്നിൻ്റെ വെളിപ്പെടുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കിയിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യം ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് ലീഗ് നേതാക്കൾ അറിയിച്ചത്. CPMൻ്റെ ഗൃഹസന്ദർശക പരിപാടി വലിയ അനുഭവം, സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. CPMൻ്റെ ഗൃഹസമ്പർക്ക പരിപാടിയിലാണ് തൻ്റെ അനുഭവം ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചത്. സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണെന്നും ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ അത് നേരിട്ട് മനസ്സിലാക്കാനായെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വർഗീയ കലാപമില്ലാതെ മത സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്താൻ 10 വർഷം കൊണ്ട് LDF സർക്കാർ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ ഫലങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. സർവേ എന്ന പേരിൽ പരിഹാസ്യമായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രമേശ് ചെന്നിത്തലയുടെ പേര് പോലും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ സർവേയാണ് അതെന്ന് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പരിഹസിച്ചു. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കുമുള്ള ബന്ധം തെളിഞ്ഞതോടെ മാധ്യമങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാതായെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ വിഷയം ചർച്ച ചെയ്യാനുള്ള കൽപ്പില്ലാത്തതിനാണ് UDF സഭ ബഹിഷ്കരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഇടതുപക്ഷമല്ലെന്നും എന്നാൽ ജയിലിൽ കയറ്റിയത് LDF ആണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. സോണിയാഗാന്ധിക്കൊപ്പം സ്വർണം കട്ടവരും വാങ്ങിയവരും നിൽക്കുന്ന ചിത്രം പുറത്തുവന്നതിനെക്കുറിച്ച് ചർച്ച വരുമെന്ന് കരുതിയാണ് കോൺഗ്രസ് സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്നതെന്നും അവർ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ശൈലജ. ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാമായിരുന്നല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ച ചെയ്യുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് അവർ പിൻവാങ്ങി. അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചെന്നും ശൈലജ പറഞ്ഞു. ശബരിമലയിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം. പാരഡികൾ പലതും ഇറങ്ങുന്നുണ്ട്. പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് LDF അല്ല. സ്വർണം കട്ട ആളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. നമ്പർ 10 ജൻവതിൽ. സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിക്കും സ്വർണം വാങ്ങിയ ആൾക്കും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ടതല്ലേ. ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് UDFന് നന്നായി അറിയാം, ശൈലജ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. നിയമസഭയിൽ ചർച്ച വരട്ടെ. അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരാണ്. കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അംഗീകരിക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ ഇതിൽ പങ്കാളികളാണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്നതാണ് ഗവൺമെന്റ് കരുതുന്നത്, ശൈലജ വ്യക്തമാക്കി. ഓർമ്മിക്കുക, പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല. പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ്. അത് മറച്ചുവെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ശബരിമല പ്രശ്നം വെച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. അത് ചർച്ചയ്ക്ക് വന്നാൽ UDFന് പരാജയമായിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രതിപക്ഷത്തിന് നിലതെറ്റുകയാണ്.
ജനങ്ങളുടെ മുമ്പാകെ അവർക്ക് പറയാൻ ഒന്നുമില്ലെന്നും ശൈലജ പറഞ്ഞു. കണ്ണൂർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിയിൽ അസ്വാഭാവികവും ദുരൂഹവുമായ ഇടപെടൽ സംശയിക്കുന്നതായി CPIM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടു ചേർക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഉടമ അറിയാതെ ഇതര സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ അടക്കം വോട്ടു ചേർത്തതായി മനസ്സിലായെന്ന് തെളിവു സഹിതം കെ രാഗേഷ് ചൂണ്ടിക്കാട്ടി. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 204, 207 ബൂത്തിൽ LDF പ്രവർത്തകർ സ്വന്തം മൊബൈൽ ഫോണിൽ OTP നൽകി ചേർത്ത വോട്ട് വെരിഫൈ ചെയ്ത ഘട്ടത്തിൽ അവർ ചേർക്കാത്ത 3 വോട്ട് ചേർത്തതായി കണ്ടെത്തി. ഒരു നമ്പറിൽ 6 വോട്ടുകൾ വരെ ചേർക്കാം. ഇത്തരത്തിൽ 2 ഫോൺ നമ്പറിലാണ് 3 ഇതര സംസ്ഥാന വോട്ടുകൾ കടന്നുകൂടിയതായി സ്റ്റാറ്റസിൽ കണ്ടത്. ഫോം 8 വഴി ചേർത്ത വോട്ടുകളിലാണിത്. കംലാലാനി ജന ഒഡീഷ, പിങ്കി കുമാരി ബീഹാർ, ബഗുസരായി, കെ വാസന്തി തമിഴ്നാട് മാടാവരം എന്നീ വോട്ടുകളാണ് അനധികൃതമായി കടന്നുകയറിയത്. ജില്ലയിൽ ഇപ്പോൾ 2,19,239 പുതിയ വോട്ട് അപേക്ഷ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കൂട്ടത്തോടെ വോട്ടർ അപേക്ഷ ഉയരേണ്ടുന്ന സാഹചര്യമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടപ്പോഴാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ജില്ലയിൽ മൊത്തം 90,083 വോട്ടുകൾ മാത്രമാണ് കൂടിയത്. എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴേക്കും ജില്ലയിൽ 2.19 ലക്ഷം പുതിയ വോട്ടർ അപേക്ഷ ദുരൂഹമാണ്. ഇതിൽ 99,790 വോട്ട് കൂട്ടിച്ചേർത്തു കഴിഞ്ഞു. ഗൗരവമായ അന്വേഷണം വേണം. അസാധാരണമായ വോട്ട് ചേർക്കൽ നടപടികളിൽ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെരിഫിക്കേഷൻ നടത്തേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. വോട്ടർ അപേക്ഷയിൽ BLO തെളിവെടുക്കുന്ന സമയം രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർക്ക് വിവരം കൈമാറണം. അപ്പോഴാണ് BLAമാർ വോട്ടറാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് ഒബ്ജക്ഷൻ വരുന്നത്. എന്നാൽ BLAമാർ പ്രാദേശികമായ പരിശോധന നടത്തുമ്പോൾ ഇത്രയധികം വോട്ട് അപേക്ഷ വന്നതായി കാണുന്നില്ല. നിസാര വോട്ടാണ് അപേക്ഷയായി വന്നത് എന്നാണ് BLOമാരും പറയുന്നത്. ഇവരാരും അറിയാതെ കൂട്ടത്തോടെ അപേക്ഷ വരികയാണ്. മൊബൈൽ ഫോണിൽ OTP വഴിയാണ് വോട്ട് ചേർക്കുന്നത്. സാധാരണഗതിയിൽ ഇതിൽ കൃത്രിമം നടക്കണമെങ്കിൽ സെർവർ കൈകാര്യം ചെയ്യുന്നവർ ഇടപെടണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സെർവർ കൈകാര്യം ചെയ്യുന്നത്. അവർ കൃത്രിമം കാട്ടിയെന്ന് ഈ ഘട്ടത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സൂചനകളുണ്ട്. അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇടതുപക്ഷം ശക്തമായി മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതൽ വോട്ട് ചേർക്കാൻ ശ്രമിച്ചത്. അസാധാരണമായ ഈ ഇടപെടൽ ജില്ലാ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ വോട്ട് ചേർക്കാനുള്ള ശ്രമമാണോ നടന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്ന് കെ രാഗേഷ് ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തൻ നിർവഹിച്ചു. ജില്ലാ ഭരണകൂടം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവയും പൊതുമേഖലാ സ്ഥാപനമായ അലിംകോയും സംയുക്തമായാണ് സഹായ ഉപകരണങ്ങൾ നൽകിയത്. കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടന്ന പരിപാടിയിൽ ADM കലാഭാസ്കർ അധ്യക്ഷനായി. സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള അളവെടുപ്പ് ക്യാമ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. AVY, ADIP പദ്ധതികളുടെ ഭാഗമായി അലിംകോ CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. RVY പദ്ധതി പ്രകാരം കണ്ണൂർ ബ്ലോക്ക് പരിധിയിൽ 59 ഗുണഭോക്താക്കൾക്കായി 316 സഹായ ഉപകരണങ്ങളും ADIP SPL പദ്ധതിയിലൂടെ 27 ഗുണഭോക്താക്കളായി 46 സഹായ ഉപകരണങ്ങളുമാണ് കൈമാറിയത്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VKC ജംഷീറ, കണ്ണൂർ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ അനൂപ് ബാലൻ, കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT ചന്ദ്രമോഹൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P ബിജു, NSS ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP നിതീഷ്, KSS ജില്ലാ കോർഡിനേറ്റർ K അനീഷ്, ഗവൺമെന്റ് വൃദ്ധസദനം മേട്രൺ അനീമ ജയൻ, ലിൻസി മേരി വർഗീസ്, ശില്പ പ്രിയദർശിനി തുടങ്ങിയവർ പങ്കെടുത്തു. കല്യാശ്ശേരി സോക്കർ ലീഗ് ആവേശത്തിലേക്ക്. MLA കപ്പ് വെള്ളിയാഴ്ച മുതൽ കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് ഫുട്ബോൾ ജനുവരി 23 മുതൽ 26 വരെ പഴയങ്ങാടി റെയിൽവേ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും.
ഒരു ടീമിലെ 3 താരങ്ങൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ളവർ ആയിരിക്കണമെന്ന നിബന്ധനയോടെ താരലേലം സംഘടിപ്പിച്ചാണ് ടൂർണമെന്റിൽ ടീമുകളെ നിശ്ചയിക്കുക. ബ്ലാക്ക് കോബ്രോസ് പഴയങ്ങാടി, മലബാർ FA കല്യാശ്ശേരി, AYT കടന്നപ്പള്ളി, മാട്ടൂൽ സ്പോർട്സ് സിറ്റി, സാഗ്യു യൂത്ത് മാട്ടൂൽ, FC മുട്ടിൽ, നാട്ടരങ്ങ് പാടിയിൽ, യുണീക് സ്പോർട്സ് സെന്റർ എരിപുരം, ടൗൺ ടീം പഴയങ്ങാടി, അമൽ ഹോളിഡേയ്സ് AFC കുഞ്ഞിമംഗലം എന്നിവയാണ് പങ്കെടുക്കുന്ന ടീമുകൾ. ഒരു ദിവസം 2 മത്സരങ്ങളാണ് ഉണ്ടാവുക. 7 മണി മുതൽ 8 മണി വരെയും 8:30 മുതൽ 9:30 വരെയുമാണ് മത്സരം നടക്കുക. ടൂർണമെന്റ് ചാമ്പ്യന്മാർക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സ്പോൺസർ ചെയ്യുന്ന MLA കപ്പ് റോളിംഗ് ട്രോഫിയും, കണ്ണപുരം പൊയ്യിൽ കാർത്യായനി അമ്മയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 50,000 രൂപ പ്രൈസ് മണിയും, വോയിസ് ഓഫ് കല്യാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും ലഭിക്കും. റണ്ണേഴ്സിന് 25,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും ലഭിക്കും. അവസാന ദിവസം കല്യാശ്ശേരി മണ്ഡലത്തിലെ മുതിർന്ന താരങ്ങൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ സൗഹൃദ മത്സരം നടക്കും. രാത്രി 8 മണിക്കാണ് ഫൈനൽ മത്സരം. പഴയങ്ങാടിയുടെ ഫുട്ബോൾ പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കുക. കണ്ണൂർ പുഷ്പോത്സവത്തിന് തുടക്കമായി. പൂക്കളുടെ വസന്തത്തിലേക്ക് മിഴി തുറന്ന് കണ്ണൂർ. പോലീസ് മൈതാനിൽ നടന്ന ചടങ്ങിൽ പുഷ്പോത്സവത്തിന് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ടി പത്മനാഭൻ തെളിച്ചു. 22 മുതൽ ഫെബ്രുവരി 3 വരെയാണ് പുഷ്പോത്സവം. കേരളത്തിനകത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നഴ്സറി സ്റ്റാളുകളിൽ വൈവിധ്യമാർന്ന ചെടികളും മറ്റു നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും കൂടാതെ ജൈവവളം, മൺപാത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും പുഷ്പോത്സവ നഗരിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന പൂക്കളും ചെടികളും ചേർത്ത് 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ വർണ്ണോദ്യാനം പുഷ്പോത്സവത്തിന്റെ ഏറ്റവും ആകർഷണീയ ഘടകമാണ്. അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആറള ഫാം, കരിമ്പം ഫാം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ, അനർട്ട് റെയ്ഡ്കോ എന്നിവയുടെ പവലിയനുകളും പുഷ്പോത്സവ നഗരിയിൽ ഉണ്ട്. സന്ദർശകരുടെ സൗകര്യാർത്ഥം രുചികരമായ വിഭവങ്ങൾ ലഭിക്കുന്നതിനുള്ള ഫുഡ് കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കും പുഷ്പോത്സവ നഗരിയിലുണ്ട്. 70 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും 80 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കും പ്രവേശനം സൗജന്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായി. സംസ്ഥാന കാർഷിക അവാർഡ് ജേതാവ് NV രാഹുലിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് തുളസി ചെങ്ങാട്ട് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. അസിസ്റ്റന്റ് കളക്ടർ എക്സ്റ്റോം ഓഫീസർ, കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ KC വത്സല, സംഘാടന സമിതി ജനറൽ കൺവീനർ PV രത്നാകരൻ എന്നിവർ സംസാരിച്ചു. 3 വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടി മ്യൂസിയം രജിസ്ട്രേഷൻ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഇസ്രായേൽ തകർത്ത് നാമാവശേഷമാക്കിയ ഗാസയെ പുനർനിർമ്മിക്കാനെന്ന പേരിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഗാസ സമാധാന ബോർഡിൽ ചേരാൻ പാകിസ്ഥാൻ. പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന് ട്രംപ് അയച്ച കത്തിന് മറുപടിയായാണ് ഈ തീരുമാനമെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UN സുരക്ഷാ സമിതിയുടെ ചട്ടക്കൂടിന് കീഴിലുള്ള പദ്ധതിയെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്നും മന്ത്രാലയം അറിയിച്ചു. സമാധാന ബോർഡിൽ യുദ്ധക്കുറ്റവാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ചേർന്നു കഴിഞ്ഞു. സമിതിയിൽ അംഗമാകാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം ബെന്യാമിൻ നെതന്യാഹു സ്വീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2023 ഒക്ടോബർ 7 മുതൽ 71,551 പേരാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1,71,372 പേർക്ക് പരിക്കേറ്റു. ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ 2024 നവംബറിൽ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. രാജ്യാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ട്രംപ് വിവിധ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി സമാധാന സമിതി രൂപീകരിച്ചത്. 60ഓളം രാജ്യങ്ങൾക്ക് സമിതിയിൽ അംഗമാകാൻ ക്ഷണക്കത്തയച്ചു. ഹംഗറി, അർജന്റീന, മൊറോക്കോ, ഇസ്രായേൽ തുടങ്ങി 8 രാജ്യങ്ങൾ ക്ഷണം സ്വീകരിച്ചു. സമകാലിക യുവജനങ്ങളുടെ ജീവിതശൈലി മാറ്റങ്ങളും മാനസിക ക്ഷേമവും പഠനവുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. കേരളീയ പൊതുമണ്ഡലത്തിലും സാമൂഹ്യ ജീവിതത്തിലും യുവജനങ്ങൾ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നേരിടുന്ന സംഘർഷങ്ങളെപ്പറ്റി ശാസ്ത്രീയ പഠനവുമായി സംസ്ഥാന യുവജന കമ്മീഷൻ. സമകാലിക യുവജനങ്ങളുടെ ജീവിതശൈലി മാറ്റങ്ങളും മാനസിക ക്ഷേമവും എന്ന പഠനം ജനുവരി 23 മുതൽ ആരംഭിക്കുമെന്ന് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ M ഷാജർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
യുവജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം, മദ്യപാനം, ആഹാരക്രമങ്ങൾ, ഡിജിറ്റൽ വിനിമയങ്ങൾ, യുവജനങ്ങളുടെ സ്വഭാവത്തിലെ വലിയ തോതിലുള്ള മാറ്റം, വിവാഹ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും വളർന്നുവരുന്ന സംഘർഷങ്ങൾ, അവ പരിഹരിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥ എന്നിങ്ങനെ വിവിധ ഘടകങ്ങളാണ് പഠനം വിധേയമാക്കുക. സംസ്ഥാനത്തെ വിവിധ കോളേജുകളിലെ MSW, MSc സൈക്കോളജി വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് പഠനം നടത്തുക. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നും M. ഷാജർ പറഞ്ഞു. കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന യുവജന കമ്മീഷന്റെ അദാലത്തിൽ 32 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 18 എണ്ണം പരിഹരിച്ചു. 14 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പുതിയതായി 7 പരാതികൾ ലഭിച്ചു. ജില്ലാ അദാലത്തിൽ ചെയർപേഴ്സൺ M. ഷാജർ, കമ്മീഷൻ അംഗം രൺദീപ് PP, സെക്രട്ടറി ഇൻചാർജ് K. ജയകുമാർ, അസിസ്റ്റന്റ് അഭിഷേക് P എന്നിവർ പങ്കെടുത്തു. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് തിരുവനന്തപുരം നഗരത്തിൽ BJP അനധികൃതമായി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ ഉടനടി മാറ്റണമെന്ന് കോർപ്പറേഷൻ നിർദ്ദേശം. വെള്ളിയാഴ്ച തലസ്ഥാനത്ത് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വാഗതമോകി BJP നഗരത്തിൻ്റെ നിരവധി ഇടങ്ങളിൽ അനധികൃതമായി ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണവും സ്ഥാപിച്ചിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ഇവയെല്ലാം നീക്കം ചെയ്യണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് കോർപ്പറേഷൻ സെക്രട്ടറി രേഖാമൂലം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നഗരത്തിലെ അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുമെന്ന് മേയർ VV രാജേഷ് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഇത് വകവെക്കാതെയാണ് നടപ്പാതകളടക്കം കയ്യേറി BJP ബോർഡുകൾ സ്ഥാപിച്ചത്. 2 മണിക്കൂറിനുള്ളിൽ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും കോർപ്പറേഷൻ സെക്രട്ടറി BJPക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സിനെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ അന്തരിച്ചു. നഴ്സ് പത്തനംതിട്ട സ്വദേശി രഞ്ജിത G. നായരെ അപമാനിച്ച സസ്പെൻഷനിലായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാറാണ് അന്തരിച്ചത്. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നു. മാവുങ്കൽ സ്വദേശിയായ പടന്നക്കാട് തീർത്ഥങ്കര NKBM ഹൗസിംഗ് കോളനിയിലെ പവിത്രൻ 56 അന്തരിച്ചത്. രഞ്ജിത G. നായരെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന് വെള്ളരിക്കുണ്ടിൽ ഡെപ്യൂട്ടി തഹസിൽദാറായിരിക്കെ പവിത്രനെ താലൂക്ക് ഓഫീസിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിന് പിന്നാലെ പവിത്രനെ റവന്യൂ മന്ത്രി K. രാജൻ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കേസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് അസുഖബാധിതനായി മരണമടഞ്ഞത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലേക്കിടെ വ്യാഴാഴ്ച രാത്രിയിലാണ് മരണത്തിൽ കീഴടങ്ങിയത്. ഏതാനും നാളുകളായി പവിത്രൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ധന്യ, മക്കൾ നന്ദകിഷോർ, ഋഷിക. സംസ്ഥാന ബഡ്സ് ഒളിമ്പിക് വെള്ളിയാഴ്ച തുടക്കം. കുടുംബശ്രീ സംസ്ഥാന മിഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കായികമേള ബഡ്സ് ഒളിമ്പിക്സ് 22, 23, 24 തീയതികളിൽ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. 23 ഉച്ചയ്ക്ക് 2:30 ഡോക്ടർ V. ശിവദാസൻ MP കായികമേള ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാകും. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ മുഖ്യ അതിഥിയാകും. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ദീപശിഖ ഏറ്റുവാങ്ങും. ബഡ്സ് ഒളിമ്പിയിൽ നിന്നും 380 കായിക താരങ്ങൾ വ്യത്യസ്ത ഇനങ്ങളായി മത്സരിക്കും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഴുവൻ സമയ മെഡിക്കൽ സേവനവും ലഭ്യമാക്കും. ഒരുക്കങ്ങളുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ബഡ്സ് സ്കൂളുകളിലും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം നൽകി വരുന്നു. 24 ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനാകും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, MP മാരായ K. സുധാകരൻ, അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ എന്നിവർ മുഖ്യ അതിഥികളാകും. ജില്ലയിലെ MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കും.